ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സനുപ്രിയ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോകുന്നു പ്രിയ? പറശ്ശിനിക്കട മുത്തപ്പന്റെ അടുത്ത് പോവാണ്. വിത്ത് പ്രിയ അപ്പൻ, പ്രിയയുടെ അമ്മയുണ്ട്, ചീക്കോ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ടിയാഗോയുടെ ഇവിയിലാണ്. ഇവി ഇലക്ട്രോണിക് സീറോ കോസ്റ്റ് അല്ലേ? നമ്മള് സീറോ കോസ്റ്റ് ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പാ? അപ്പൊ ടൗണിൽ എവിടെയൊക്കെ ചുറ്റിയിട്ട് ഇതിന്റെ ബാറ്ററി 93 ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് പുറപ്പെടുന്നത്. 100 94 നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലപ്പാ. 94 അപ്പം ടൗണിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയിട്ട് കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ 186 റേഞ്ച് കാണിക്കുന്നത്. നമ്മൾ വടകരയിൽ നിന്ന് അവിടെ തൊട്ട് ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട് പോയി വരുമ്പോഴേക്കും. അപ്പ് ആൻഡ് ഡൗൺ 130 മേലെ ഉണ്ടാവും. പുതിയ ബ്രിഡ്ജ് അല്ലേ? പുതിയ ബ്രിഡ്ജ്. നമ്മള് ബ്രിഡ്ജ് തുടങ്ങി പിന്നെ പോയിട്ടില്ല അതിന്റെ മേലെ കൂടെ. ഒന്ന് ബ്രിഡ്ജ് മാഹി ബൈപ്പാസ് അല്ലെ? മാഹി ബൈപ്പാസ് ഈ റോഡിൽ കൂടെ ഒന്ന് ഫ്ലൈ ചെയ്യണം നമുക്ക്. അപ്പൊ ഇനി അവിടെ പോയി തിരിച്ചെത്തി എങ്ങനെയാവും എന്തൊക്കെയാവുന്നുള്ള നമുക്കൊന്ന് ഏകദേശം 93% നമ്മളെ വണ്ടി ഇപ്പൊ റൺ ചെയ്യുന്നത്. ബാറ്ററി 185 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത്. അത് ഡിപ്പെൻഡ്, നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ വണ്ടി ഒരു ലെവലിൽ ഓടിക്കണം. നമ്മൾ റേഞ്ച് നോക്കി ഓട്ടണം. നമ്മളിപ്പോ 4 ആളല്ല, ഫുൾ ലോഡാണ് വണ്ടി. ഫുൾ ലോഡ്, പ്രത്യേകിച്ച് ഞാനുണ്ട്. അതെ. അപ്പൊ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചവിട്ടി അങ്ങ് പിടിച്ചു കഴിഞ്ഞാല് കണ്ണൂരിട്ടിട്ട് വേറെ വണ്ടി വിളിച്ചിട്ട് അത് എനിക്കറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചാർജർ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. രണ്ടാമത് പോയപ്പോ ഞാൻ ചാർജറിൽ എടുത്തിട്ടാ വന്നത്. ഒരു സേഫ്റ്റി വേണ്ട. തള്ളാൻ വേണ്ടിട്ട് ഞാൻ ചീക്കൂനെയും തള്ളാനുള്ള ആൾക്കാര്. ചീക്കും പ്രിയയും മാൻ പവർ വേണ്ട, ഒരു വായനെ കൊണ്ട് തള്ളി വിട്ടോളൂ. ഇതാ അങ്ങനെ നമ്മുടെ വടകര ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇതാ കാണും. അതിന്റെ മുന്നിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ ബ്രിഡ്ജിന്റെ അടുത്തോട്ടേക്ക് എത്തും. അപ്പൊ എത്ര ദൂരം ആദ്യമായിട്ടാണോ വണ്ടി എടുത്ത് പോകുന്നത്? അല്ല, ഞാൻ കണ്ണൂര് ഒരു വട്ടം പോയിട്ടുണ്ട്. കണ്ണൂരാ? പിന്നെ കോഴിക്കോട് ഞാൻ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. എനിക്കറിയാം. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ണൂര് കടന്നു പോകുന്നത്. ആദ്യമായിട്ടാണ്. നോക്കുക, ഇത് നോക്കിയിട്ട് ഇത് കണക്ക് കൂട്ടിയിട്ട് വേണം അടുത്ത എന്റെ ട്രിപ്പ് ഗുരുവായൂരേക്ക് പോകാൻ. അതാണ് എന്റെ പ്ലാൻ. ചാർജിങ് സ്റ്റേഷൻ ഉള്ളതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മള് സമയം പോവും, ഓരോ മണിക്കൂർ പോവും. നോക്കൂ, ആദ്യം ടെസ്റ്റ് ചെയ്തോ. നമ്മളിപ്പോ എന്താ പറയാ, കണ്ണൂരും ഈ കോഴിക്കോടും പെടുന്ന കന്നി യാത്രയാണ് ആദ്യത്തെ യാത്ര. ഈ ചാർജ് ഫുൾ ആവാൻ കുറെ ടൈം എടുക്കും. നമ്മള് ഇതിന്റെ ഇവിടുന്ന് അടിക്കുന്ന സ്ഥലത്ത് നിന്നാണെങ്കില് സ്റ്റേഷൻ നിന്നാണെങ്കിൽ 1 മണിക്കൂർ മതി. ഒറ്റ മണിക്കൂർ മതി. 100 ആവും, ഏകദേശം ആവും. ചില ഒരു 90-95 വരെ കിട്ടും. പക്ഷെ അവിടെ ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം, അല്ലാതെ നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് ആവൂല. അതെ. അപ്പൊ പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കപ്പന്റെ വക എന്താ പറയുന്ന ടിപ്സ്? ഇത് പുതുതായിട്ട് എന്താ പറയാ, ഇത് വളരെ പെട്രോളും ഡീസലും ചവിട്ടി വിടുന്ന പോലെ ഇത് ചവിട്ടി വിട്ടാൽ കറണ്ട് ഉണ്ടാവില്ല. ഇത് നോക്കി വിടണം. ഇതിന്റെ ആക്സിലേറ്റിന്റെ മുകളിലാണ് നമ്മുടെ വണ്ടീന്റെ മൈലേജ് കിടക്കുന്നത്. ആക്സിലേറ്റ് നിങ്ങൾ എങ്ങനെ ചവിട്ടുന്നുവോ അതുപോലെ ഇരിക്കും. പിന്നെ അനാവശ്യമായിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ട് ചവിട്ടുമ്പോ ബ്രേക്ക് നമ്മൾ കയറ്റൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ബ്രേക്ക് അധികം കൊടുക്കാതിരുന്ന വണ്ടി ഓട്ടോമാറ്റിക് ചാർജ് കയറും. അങ്ങനെ ഉണ്ട്. ഇവിടെ താഴെ കണ്ടില്ല, അത് കാണിക്കും കാര്യം, ചാർജ് കാര്യം. നമ്മളിതാ ഏകദേശം ബ്രിഡ്ജിന്റെ എത്തിയിട്ടുണ്ട്. ബസ് ഉണ്ട് മുന്നിൽ, അന്ന് പോയ ബ്രിഡ്ജിന്റെ ഭംഗി കാണായിരുന്നു. ഇതാ ബ്രിഡ്ജിതാ മുംബൈ അങ്ങനെ നമ്മള് കേറി സുഹൃത്തുക്കളെ, നമ്മൾ കേറി. എത്രതാ ഇത്? 3 ഇത് നമ്മള് ഇവിടെ നമ്മള് ബാംഗ്ലൂർ റോഡൊക്കെ മാതിരി അറിയാം. 3 ഇവിടെയും 3 അവിടെയും കണ്ട. 3 അടിപൊളി.
നമ്മള് മാത്രമേ ഉള്ളൂ റോട്ടില്. ആ വണ്ടി കുറവാണ് ഇതില്. ഈ റൂട്ടിലേക്ക് കുറവാ അല്ലെ, അതുകൊണ്ട് വേഗം എത്താൻ. നമ്മളെ ബാറ്ററി ഏകദേശം 89 169 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെവിടെയാ പോയി എൻഡിങ് ചെയ്യുന്ന ഈ റോഡ്? കണ്ണൂരിലായിരുന്നു പ്രോപ്പർ എൻഡിങ് റോഡിന്റെ? അല്ല, മുഴപ്പിലങ്ങാട്. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ അടുത്ത് നിൽക്കുക. അത് കഴിഞ്ഞ വടൻ കഴിഞ്ഞു. അത് കാലി റോഡല്ലേ, കണ്ണൂരിലേക്കൊക്കെ പോവാൻ ഭയങ്കര ഈസിയാന്ന് തോന്നുന്നല്ലേ. പക്ഷെ നമ്മളൊരു സ്ഥലം മിസ് ചെയ്യും. എവിടെയാണത്? നമ്മുടെ വടകരക്കാരെ സ്വന്തം മാഹി ഞങ്ങള് മിസ് ചെയ്യും അല്ലെ. മാഹി കാണില്ല, തലശ്ശേരി കാണില്ല, ഒന്നും കാണില്ല. ഒരു ടച്ച്. ഇതിപ്പോ ഇവിടുന്ന് നമ്മള് 10 മിനിറ്റ് കൊണ്ട് തലശ്ശേരി എത്തിയിരിക്കും. തലശ്ശേരി കഴിഞ്ഞിരിക്കും, കഴിയും. അപ്പൊ ഇതിൽ കൂടെ പോകുമ്പോൾ മാഹിയും തലശ്ശേരി ഒന്നും കാണൂല? ഇല്ല ഇല്ല, കാണില്ല. മാഹി പാലത്തിനോളം ഇപ്പൊ നമ്മൾ ഉള്ളത്. ഇതാണ് മാഹി പാലം. ഒന്നും കാണൂല കേട്ടോ, ഒന്നും കാണില്ല. മനസ്സിലാവുന്നില്ല. ഇതാണ് മാഹി പാലം. ഇവിടെ ഫാസ്ടാഗ് ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ണൂർ എത്തുമ്പോ ഒരു ഇതുണ്ട്, ടോൾ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 85 തോന്നുന്നു. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ടെക്നിക്കലാണ്. ഞാൻ അവിടെ എത്തുമ്പോ ടെക്നിക്കലായിട്ട് പോകും. അതിവിടെ അറിയുന്ന ആൾക്കാർക്ക്. പക്ഷെ ഈ റോഡിന് കൊടുക്കാനുള്ള വേർത്ത് ഉണ്ട്. പൈസ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല. വെച്ചാല് ആ 100 രൂപന്റെ എണ്ണ ലാഭം കിട്ടും. അതുകൊണ്ട് പൈസ കൊടുക്കുന്നതിന് ആരും ടെൻഷൻ അടിക്കണ്ട. സമയവും ലാഭം. എത്ര നേരം അവിടെ ഓരോ പമ്പിന്റെ അടുത്ത് നമ്മൾ ചവിട്ടി മെല്ലെ പോകാൻ പറ്റുള്ളൂ. അത്രയും റഷായിട്ട്. ഓരോ ബ്രാൻഡ് ഷോപ്പും കണ്ടു പോവാ. ഷോപ്പ് കണ്ടിട്ട് അവിടത്തെ ഓരോ എന്താ പറയാ, ഓരോരുത്തരെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ബ്രാൻഡ് കാണുമ്പോഴുള്ള അവര് ആ സന്തോഷവും ആ ഒരു, പിന്നെ റോഡ് സൈഡിൽ കുറെ പാമ്പുകൾ കിടക്കുന്നതൊക്കെ കാണുമ്പോ ഒരു രസം. ഇപ്പൊന്നും കാണൂല, ഇനി അങ്ങനെ ഇല്ല. അതൊരു ഓർമ്മകൾ മാത്രം. സിഗ്നൽ ഉണ്ട്, സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നൽ ലെഫ്റ്റ് പോയാൽ മാഹി എത്തും. മാഹി അത് പൊളിച്ചല്ലേ, അതിനായിട്ടുള്ള സിഗ്നൽ. അതുകൊണ്ടാണ് ഇങ്ങനെ മെയിൻ ഒരു ഹൈവേയിൽ സിഗ്നൽ വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പള്ളൂർ കണ്ണൂർ സ്ട്രൈറ്റ്. പള്ളൂര് റൈറ്റ്, കണ്ണൂര് സ്ട്രൈറ്റ്. ഒരു ബ്രിഡ്ജ് ഇത് പള്ളൂരേക്കാൻ തോന്നുന്നു. പള്ളൂര് തന്നെ. അങ്ങനെ നമ്മളെ വണ്ടി 75-80 എത്തുമ്പോ ഇതില് വാണിംഗ് വരും അല്ലേ? സ്പീഡ് ലിമിറ്റിൽ വാണിംഗ് വരും. ടിയാഗോയില് വരും 77 78 സ്പീഡ് ലിമിറ്റ് ടിങ് തന്നെ. അവിടെ ഒരു എംബ്ലം വരും, സ്പീഡ് ലിമിറ്റ് എന്നിട്ട് അത് കുറച്ചേക്ക് അവസാനം ബാറ്ററി കുറച്ച് പോയിട്ട് ഇപ്പോൾ ബൈക്കാവട്ട. ഈ നമ്മളങ്ങനെ ഓടിയോടി ഏകദേശം മുടപ്പിലങ്ങാട് അല്ലേ? അപ്പൊ മുടപ്പിലങ്ങാട് മുടപ്പിലങ്ങാട് എടക്കാട് എന്നാലും പറയും. മുടപ്പിലങ്ങാട് ബീച്ച് ആ ബീച്ച് പാലാണ്. മുടപ്പിലങ്ങാട് ബീച്ചിൽ കൂടെ ഡ്രൈവിംഗ് ബീച്ച് നമ്മള് വണ്ടി ഓടിക്കല്ലേ? അതെവിടെ കാണുന്നത്. പക്ഷെ ഒന്നും കാണും. ഇവിടെ റോഡ് പണി ഒന്നും ആയിട്ടില്ല. അവിടെയൊക്കെ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ. കണ്ണൂര് മിംസിന്റെ അടുത്തെത്തി. ആ പഴയ ബ്ലോക്ക് ഇതാ, ഇതെല്ലാം അനുഭവിക്കുന്ന ബ്ലോക്ക് ഇതാ, ഫുൾ ബ്ലോക്ക്. അങ്ങനെ ഇവിടെ എത്താനാകുമ്പോൾ കുറച്ച് വിശപ്പായി. അപ്പോൾ കുറച്ച് ചിപ്സൊക്കെ എടുത്ത് കഴിച്ച് കൊണ്ടുവന്ന ചിപ്സ് ആയിരുന്നു. പിന്നെ ഇതാ നമ്മുടെ സ്വന്തം സെൻട്രൽ ജയിലെത്തിയിട്ടുണ്ട്. സെൻട്രൽ പ്രിസൺ. ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന കണ്ണൂർ സെൻട്രൽ പ്രിസൺ അതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് ജയറാമിനെ ഓർമ്മ കേട്ടോ. അമൃതം സിനിമയിൽ ജയറാം കയറി വരുന്നൊരു സൈഡായിരുന്നു. ഇവിടെ ഏകദേശം ഇവിടെ ഇരുടായി കഴിഞ്ഞ് നമ്മളെ പാലത്തിന്റെ മേലെ നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച. വഴിയൊന്നും മനസ്സിലാകുന്നില്ല, ഫുള്ളും മതില് കെട്ടിട്ട്. സത്യം എങ്ങോട്ടായിട്ട് എത്തിക്കൂലേ? പഴയ റോഡൊന്നും ആർക്കും ഒന്നും പിടികിട്ടില്ല കേട്ടോ. നമ്മള് സ്ഥിരം കട്ട് ചെയ്യുന്ന സ്ഥലമൊന്നും കാണുന്നില്ല, ഫുള്ള് മതിലുള്ള സൈഡിലൊക്കെ. അല്ല ശരിക്കും ചെല്ലും കൂടി നമ്മള് ബാംഗ്ലൂർ എത്തുവാ, പക്ഷെ എത്തുന്നതായി കാണുന്നില്ല. നേരത്തെ 11 കിലോമീറ്റർ ആന്ന് കാണിച്ചിരുന്നു. 11 മേലെ ഓടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ റഷ് കേട്ടോ, ഇങ്ങോട്ടേക്ക് ഭയങ്കര റഷാ. അങ്ങനെ വഴി തെറ്റി സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇവിടുന്ന് വണ്ടി അപ്പം വളച്ച് കഷ്ടപ്പെട്ട് വളയ്ക്കുന്നുണ്ട്. നമ്മള് പറഞ്ഞ പോലെ തന്നെ 1 കിലോമീറ്റർ നമുക്ക് മാറിയിട്ടില്ല. നമ്മള് കുഴപ്പമില്ല. ഈ റോഡ് എവിടുന്ന ടേണിങ് എവിടെയാന്ന് അമ്മ കണ്ടിട്ടുണ്ട്, പക്ഷെ പറഞ്ഞില്ല നമ്മള്. അതെ, അപ്പൊ അമ്മ വെച്ച് അമ്മ ഡിസ്റ്റർബ് ചെയ്യണ്ട നമ്മള് സംസാരിക്കുമ്പോ വെച്ചിട്ട്.
എല്ലാത്ത അമ്മയാണ്. കിലോമീറ്റർ മാറില്ല, അത് ഡിവൈഡർ കണ്ടില്ല. അങ്ങനെ നമ്മളിതാ പാപ്പിനിശ്ശേരി പാമ്പ് വളർത്ത് കേന്ദ്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ പാമ്പുകളെ കുറിച്ച് കൂടുതലാണെങ്കിൽ പ്രിയനോട് ചോദിക്കാം. ഇവിടെ നല്ല മൂർഖൻ, അണലി, അനാക്കൊണ്ട, കരിമൂർഖൻ അല്ലേ, എല്ലാ തരത്തിലുള്ള പാമ്പും ഉണ്ടാവും. പണ്ടേ വന്നിട്ട്, പണ്ടല്ല കുറച്ച് മുന്നേ വന്നിട്ടുണ്ട് അല്ലേ. പറക്കുന്ന പാമ്പൊന്നുമില്ല. പറക്കുന്ന പാമ്പോ? അത് പച്ചിലപ്പാമ്പ്. അതന്നെ വെറുതെ അടിച്ചിളക്കപ്പ. പറക്കും തവള, തവള എന്താ പറക്കാൻ പോകുന്നത്? അതിന് ജമ്പിയാണ് ഒരു കഴിവുണ്ട്. അതന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കപ്പ. ജമ്പ് ചെയ്യുന്നതിനെ കൊണ്ടാണ് പറയുന്നത് പറന്നു പോകുന്നു. കാറ്റടിച്ചാ പറന്നു പോകുന്നതാണല്ലേ. കുട്ടികളുടെയും വലിയ ആളുകളുടെയും വിനോദ കേന്ദ്രമായ വിസ്മയ വിസ്മയ വിസ്മയ. വിസ്മയുടെ പരസ്യമല്ലത്, അനൗൺസ്മെന്റ് ആണ്. ഒരു 1.5 കൊല്ലായി വിസ്മയിലേക്ക് വരാൻ വേണ്ടിട്ട്. പക്ഷെ ഇങ്ങനെ കറക്റ്റ് എന്തെങ്കിലും ജലദോഷമോ കഫക്കെട്ട് അങ്ങനെ മൊത്തത്തില് സീനായിരിക്കും എപ്പോഴും. അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഏകദേശം എത്തിയപ്പോഴേക്ക് നല്ല തിരക്കിട്ടായിരുന്നു അവിടെ. വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല. ഇപ്പുറത്തിന് പാർക്കിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. ഇവിടെ രണ്ടാൾക്കാർ പോകുന്ന അമ്മമ്മയും കുട്ടി അമ്മമ്മേൻ്റെ കൈ പിടിച്ചിട്ട് വന്നു. എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല സോപ്പിട്ട് ആദ്യമേ ഡീൽ ചെയ്ത് എന്തെങ്കിലും സോപ്പിട്ട് പോകുന്നുണ്ട്. ഇവിടെ 2 കൈ പിടിച്ചിട്ട് വന്നു. അപ്പോൾ ആർക്കാ കൂടുതൽ കിട്ടുകയെന്ന് അറിയില്ല അല്ലേ. അങ്ങനെ അത് അമ്പലം നടയിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇതൊരു പ്രത്യേക വൈബാട്ടോ ഗൈസ്. ഈ കാഴ്ച കാണാൻ, പ്രിയ കാഴ്ച കണ്ട് നടക്കാനാണ് പ്രിയക്ക് ഏറ്റവും ഇഷ്ടം. എന്തെല്ലോ എന്നോട് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നുണ്ട്. അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് ചീക്ക് മുന്നേ തന്നെ അപ്പാപ്പൻ്റെയും അമ്മമ്മേനെയും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടിന് കയറുകയാണ്. ഇനി ഇന്ന് നല്ലോണം ഒന്ന് പുഴയിൽ പോയി കാലൊക്കെ കഴുകി മെല്ലെ നമുക്കൊന്ന് ദൈവത്തിനെ കാണാൻ വേണ്ടി ഉള്ളിലോട്ടേക്ക് കയറണം. അതിനുള്ള പുറപ്പാണ്. നല്ല തിരക്കാട്ടോ അതിൻ്റെ ഉള്ളിൽ. 1-2 വഴിപാടുകളും കാര്യങ്ങളും കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. കഴിഞ്ഞതാ നല്ലോണം ശുദ്ധിയാക്കിയിട്ട് പ്രിയനെ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ചീക്കു ഞങ്ങൾ ഇറങ്ങി കണ്ടിട്ട് രണ്ടാമത് അവൾ ഇറങ്ങി ഒന്ന് ശുദ്ധിയായി കുളിച്ചിട്ടാണ് പോയത്. എന്നാലും ഒന്നും കൂടെ എൻ്റെ മുളമ്പത്തിലോട്ട് അങ്ങനെ ഒരു വിധേയനെ നമ്മൾ തൊഴുതില്ലേ പ്രിയ. ലാസ്റ്റ് കുറച്ച് നേരം കാത്തു നിന്ന് സൈഡിൽ കൂടെ കയറി നമ്മൾ തൊഴുത് അവരെ ഉള്ളോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ഇനി സമാധാനം നല്ല തൊഴുത്. അതെ അതെ. നല്ല നല്ല ലൈറ്റ് കേട്ടോ. ഏകദേശം 8:45 8:20 സമയം. ഇനി പ്രിയക്ക് ഇവിടെ ഊട്ടുപുരയിൽ എന്താ ഭക്ഷണം എന്നുള്ള അറിയണം എന്നിട്ട് പ്രിയ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല ക്യൂ, ഏറ്റവും അധികം ക്യൂ ഉള്ള സ്ഥലത്തേക്കാണ് പ്രിയ പോകണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് പോവല്ല. ഫുഡ് ഇവിടുത്തെ മെയിൻ ഐറ്റാണ് നമുക്ക് എന്താണ് കടല അല്ലെങ്കിൽ മമ്പയർ പുഴുങ്ങിയത്, ചായ, ഒരു ഇതുണ്ടാവും തേങ്ങാക്കൊത്തും ഉണ്ടാവും അല്ലേ. തേങ്ങാക്കൊത്തും ഉണ്ടാവും. കിട്ടൂല ചായയൊക്കെ വളരെ നൈസ് ചായക്ക്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഒക്കെ. ഇവിടെ വന്നിട്ട് അതെ അതെ ഇവിടെ വന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതായിട്ടാണ്. അത് ദൈവത്തിൻ്റെ ഒരു സംഭവമാണ് അല്ലേ. അങ്ങനെ പറഞ്ഞ പോലെ എത്ര കഴിച്ചാലും മതി വരാത്ത നമ്മളെ മുത്തപ്പൻ്റെ പ്രസാദവും കഴിച്ച് ഞാനും ഒപ്പനും കൂടി ഇരുന്നു. പ്രിയയും ചീക്കൂരിലും അപ്പുറത്തെ സൈഡിലുള്ളത് ഒരു ചായയും കുടിച്ചു. പിന്നെ പ്രിയയുടെ അടുത്തേക്ക് പോവാം. നല്ല അടിപൊളി എന്താ പറയാ മമ്പയർ പുഴുങ്ങിയതും പിന്നെന്താ ചായയോ അടിപൊളി എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളെ വീട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല, പക്ഷെ ഇവിടെ വന്ന് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി കേട്ടോ. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇയാളെ കാത്തിക്കുക. നേരത്തെ കണ്ടുവച്ച സാധനങ്ങൾ വാങ്ങാൻ അമ്മയും മോളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ചീക്കുട്ടിയാണ് ഏറ്റവും അധികം സ്കോർ ചെയ്ത് ഇപ്രാവശ്യം. ഇവിടെ ഗംഭീരം വർത്തിയെത്തിക്കാറുണ്ട് 3 ആൾക്കാരും. ഞാനും അപ്പനും ഇവിടെ അട്ടം നോക്കി വെക്കുന്നുണ്ട് അല്ലേ. ഉമ്മക്കൊന്നും ഇല്ലല്ലേ ബാക്കിയ സാധനങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. ഒരു രക്ഷയില്ല ഇവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാല്. ഇവരെ മേച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ ബൈക്ക് ഓടി പോകുന്നുണ്ട് ഓരോരുത്തർ. പ്രിയുണ്ട് മുന്നിൽ പോയിട്ടുണ്ട്. ഞാനും അപ്പനും ഇപ്പുറത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോൾ എന്താവുന്നുണ്ടെങ്കിൽ യാതൊരു പിടിയില്ല. അങ്ങനെ ആകെ എനിക്ക് കിട്ടിയതാണ് ഗൈസ്. ബാക്കിയിൽ ഇവർ വാങ്ങി ക്ലിപ്പും സാധനങ്ങളും എന്റെ ഫേവറേറ്റ്. അപ്പൊ നമ്മളെ സാധനം കിട്ടിയില്ല. എന്റെ സാധനം കിട്ടില്ല. മസാല ദോശ. ഓക്കെ മസാല ദോശ വേണം. എനിക്കും അപ്പനുള്ള പോപ്കോൺ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമ്മളെ കാറിലോട്ട് കയറാണ്.
പ്രിയ കയറി. രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത്. പ്രിയന്റെ നമ്മളെ ഡ്രൈവർ ഫൽഗുർണി. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ടോളിന്റെ പൈസ ഇവിടെ കൊടുത്തില്ല. ടിക്കറ്റ് 40 നമ്മുടെ ഫീ. റൈറ്റ്. അമ്മയും മോളും ഇവിടെ എന്തോ കുതന്ത്രം കാണിക്കുന്നുണ്ട്. അവിടുന്ന് വാങ്ങിച്ച ബുക്കാണത് ഗൈസ്. രസമുണ്ട്. അങ്ങനെ 62% ബാറ്ററിയോട് കൂടി നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വടകരെത്തുമ്പോ എന്താവും അറിയില്ല. ഇപ്പൊ നമ്മൾ എത്തിക്കൂലേ? എത്ര എത്തിക്കോ? ബാക്കി എത്തിക്കോ? ബാക്കി ബാറ്ററിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ 62 ഉള്ളത്. 30 വരെ ബാക്കി വയ്ക്കും. 122 നമുക്ക് റേഞ്ച് കാണിക്കുന്നത്. അങ്ങനെ വിശപ്പ് കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു അടിപൊളി തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ കൊള്ളുന്നുണ്ടോ ചിക്കോ? കാട. ഇവരെന്നാലും വെജിറ്റേറിയൻ ആണ്. ഇവിടെ എത്തുന്നേ ഉള്ളൂ. അടിപൊളിയാ. അതെ ചീക്കുന്റെ പൊറോട്ട, കൊത്തു പൊറോട്ട ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മളെ വടകരയൊക്കെ ടേസ്റ്റ് കൊത്തു പൊറോട്ട. വടകര ടേസ്റ്റ് പറയ ഒന്നും വേണ്ടുന്നില്ല ഗൈസ്. തിന്നാൻ കിട്ടിയതിനെ കൊണ്ട്. ഓൾവേസ് ലൈറ്റ് അമ്മയും മോളും. ഞങ്ങളൊക്കെ തിന്ന് ഞങ്ങളെ പങ്ക് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. എന്താ ചെയ്യാത്ത? വാവ് ഏമ്പൊക്കെ വെച്ചോട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ചിക്കോ തല കുത്തനിരിക്കുന്നുണ്ട്. ഓള് ഫുഡ് ബാക്കി നമ്മള് പാർസൽ വാങ്ങിച്ച്. ഓള് ഫുള്ളും കഴിച്ചിട്ടില്ല. അതെ പാർസൽ വാങ്ങിച്ച്. നമ്മള് വണ്ടി എടുക്കുമ്പോ 48% ബാറ്ററി 47-48 ഉണ്ടായിരുന്നു. ഇപ്പൊ 44. നമ്മളുടെ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. എത്തും, കുഴപ്പമൊന്നുമില്ല. 84 കിലോമീറ്റർ ഇനിയും ബാക്കി കാണിക്കുന്നുണ്ട്. സുഖമായിട്ട് എത്തും. നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഗൈസ് ഒരു കാല് കണ്ട അമ്മയും മോളെല്ലാം ബാക്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഉറങ്ങിയ ഞാൻ കണ്ടിട്ടില്ലേ. നല്ല ഉറക്കാൻ നിന്ന്. കാലും ഇവിടെ കാണുന്നുണ്ട്. ഏകദേശം നമ്മളെത്തി. വടകര എത്താറായിട്ടുണ്ട്. പ്രശ്നമല്ല. നമുക്കിനി 34% ബാറ്ററി ഉണ്ട്. വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഒരു 10 കിലോമീറ്റർ നമുക്ക് അപ്പം ഉള്ളൂ അല്ലേ വീട്ടിലത്തെ? 10 ഒന്നുമില്ല. 10 കിലോമീറ്റർ ഇല്ല. അടിപൊളി. 1 രൂപ ചെലവില്ലാണ്ട് നമ്മള് പോയി വന്നില്ലേ. പക്ഷെ കറണ്ട് നമുക്ക് ലാഭമാണ്. നമുക്ക് വീട്ടില് സോളാറിലുണ്ട്. അതാണ് നമ്മളെ ലാഭം. സോളാറിലുണ്ട്, കറണ്ട് പൈസ നമുക്ക് ലാഭമാണ്. അപ്പൊ സീറോ കോസ്റ്റ് നമ്മൾ പോയി വന്ന് അങ്ങനെ കണക്ക് കൂട്ടുന്നത്. വീട്ടിലോട്ടെത്തി. ഇനി നമുക്കുള്ളത് 32 പോയിന്റ് ബാക്കിയുണ്ട്. 67 കിലോമീറ്ററും ബാക്കി നോക്കണ്ട്. നമ്മളെ വീട്ടിലോട്ടുള്ള വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി ആയില്ല. പ്രിയ എണീച്ചോ 3 എണീച്ചോ. ഓയ് വേക്കപ്പ്. എത്തി. അങ്ങനെ വീടെത്തി. അങ്ങനെ വീട്ടിലെത്തി. നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട്. ഗേറ്റ് തുറക്കട്ടെ. ഗേറ്റ് തുറക്കുന്ന ഡ്യൂട്ടി എനിക്ക്. പ്രിയ അങ്ങനെ ഈ വീലുള്ള യാത്രയൊന്ന് വിവരിച്ച്. അടിപൊളി. നല്ല ഉറക്കവും കിട്ടി എന്റെ ഇടയില്. നല്ല ഉറക്കം ഉറങ്ങില്ലേ? അതെ. ഞാൻ ട്രാവലിംഗ് ടൈമിൽ അധികം ഉറങ്ങലില്ല. ഒന്നുമില്ല. സൈലന്റ്, ഫുൾ സൈലന്റ് അല്ലേ? ഒരു കുലുക്കില്ല, വണ്ടീന്റെ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സൈലന്റ് ആയിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാ ബൈ. എന്നാ പോയി ചാർജ് കുത്തി കളി. ഓക്കെ ചിക്കോ ബൈ. അപ്പൊ എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്.